കൃഷ്ണ ഗുരുവായൂരപ്പ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പഴക്കം ചെയ്യുന്നതും എന്നാൽ വളരെയധികം ഗുണപ്രദമായിട്ടുള്ളതുമായ നമ്മുടെ വീടിനെയും നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന കലികൽമഷ ദോഷങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗം. നിങ്ങൾക്കറിയാമല്ലോ, ഈ ശനി അല്ലെങ്കിൽ കലിയൊക്കെ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇട്ടങ്ങ് നട്ടം തിരിച്ചു കളയും. സാമ്പത്തിക ബാധ്യത, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, തൊഴിലിലെ പ്രശ്നങ്ങൾ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും നമ്മളെ ഇട്ട് അങ്ങ് വലച്ചു കളയും. അപ്പോൾ ഇതിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പൂജകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണെങ്കിലോ ഒരുപാട് കാശും ചിലവാകും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്രത്തോളം ചിലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഈ കാക്കകളും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ. പണ്ടൊക്കെ നമ്മൾ ഉറക്കം ഉണർന്നിരുന്നത് കോഴി കൂവുന്ന സമയം അല്ലെങ്കിൽ കാക്ക കരയുന്ന സമയമൊക്കെ നോക്കിയിട്ടായിരുന്നു. ഏതാണ്ട് ഒരു ബ്രഹ്മമുഹൂർത്ത സമയമൊക്കെ ആവുമ്പോഴാണ് കോഴി കൂവുന്നത്. അത് കഴിഞ്ഞ് വളരെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ കാക്കകൾ കരയാറുണ്ട്. അപ്പോൾ ഈ കാക്ക കരയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ കാക്ക എന്ന് പറയുന്നത് ശനിദേവന്റെ വാഹനമായിട്ടാണല്ലോ പറയുന്നത്. മാത്രമല്ല, പിതൃക്കള് കാക്കയുടെ രൂപത്തിലാണ് നമ്മളെ ദർശിക്കാൻ വരുന്നത് എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. എന്നാൽ ഈ രാവിലെ സമയത്ത് കാക്ക കരയുന്ന ആ സമയത്തുണ്ടല്ലോ, കാക്കകൾക്ക് മന്ത്രം ജപിക്കാനുള്ള സമയമായിട്ടും കരുതപ്പെടുന്നുണ്ട്. സൂര്യദേവനെ നോക്കി കാക്കകള് മന്ത്രം ജപിക്കുന്നതായിട്ടാണ് കാക്കകളുടെ ഈ കരച്ചിലിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് വിപരീതമായ ഊർജങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അതീവമായിട്ടുള്ള ഒരു പ്രാപഞ്ചിക ശക്തി ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വളരെ ലഘുവായിട്ടുള്ള ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ ശനിദോഷങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. തുടർച്ചയായിട്ട് ഒരു 21 ദിവസം നിങ്ങളിത് ചെയ്തു നോക്കൂ. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങളെ തീർച്ചയായിട്ടും അതിശയിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വെള്ളിയാഴ്ചകളിൽ ഇവിടെ മഠത്തിൽ നടക്കുന്ന ശാക്തേയ പൂജകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരവസരമുണ്ട്. അപ്പോൾ അതിനായി താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം എന്നിവ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി വയ്ക്കേണ്ടുന്ന ആഗ്രഹം കൂടെ ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കും കൂടി അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് കഴുത്ത് ഇടുങ്ങിയ ഒരു പാത്രമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മൊന്ത എന്ന് പറയുന്ന ഒരു പാത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെ കഴുത്ത് ഭാഗം ഇടുങ്ങി വന്നിട്ടുള്ള ഒരു പാത്രം. അപ്പോൾ മൊന്ത എന്ന് പറയുമ്പോൾ ഒരു കൂജ പോലെ ഇരിക്കുന്ന പാത്രമായാലും മതിയാവുന്നതാണ്. ഇത് സ്റ്റീലിലോ വെങ്കലത്തിലോ അങ്ങനെ ഏത് ലോഹത്തിൽ വേണമെങ്കിലും എടുക്കാം. പ്ലാസ്റ്റിക് ആകാൻ പാടില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഈ പാത്രത്തിനുള്ളിലേക്ക് 3 മരക്കരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഈ വിറകൊക്കെ കത്തിക്കുമ്പോൾ കിട്ടുന്ന കരിക്കട്ടയില്ലേ, അത്. ഇനി പ്രഭാതത്തിൽ കാക്ക കരയുന്ന സമയത്ത് നിങ്ങൾ ഈ പാത്രത്തിലേക്ക് ജലം നിറയ്ക്കണം. ജലം നേരത്തെ നിറച്ചു വയ്ക്കാൻ പാടില്ല, ഈ സമയത്താണ് നിറയ്ക്കേണ്ടത്. ഈ കരിക്കട്ടയിട്ട പാത്രം നിങ്ങൾക്ക് തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഈ സമയത്ത് അതിലേക്ക് ജലം നിറച്ചു കൊടുക്കുക. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടായിരിക്കും, നമ്മൾ രാവിലെ കുളിച്ച് വന്നതിന് ശേഷമാണോ ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് രാവിലെ കുളിക്കുന്നത് നിർബന്ധം പറയുന്നില്ല. ഇപ്പോൾ ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് കൈയും കാലും മുഖവും കഴുകി പല്ല് തേച്ച് വന്നതിന് ശേഷം ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിറച്ചു വച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഒരു ദിവസം പൂർണ്ണമായിട്ട് വച്ചേക്കണം. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ കാക്ക കരയുന്ന സമയത്ത് നിങ്ങൾ ഈ പാത്രത്തിലിരിക്കുന്ന വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട്
അതിനുള്ളിൽ നമ്മൾ 3 മരക്കരി കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് തിരികെ പാത്രത്തിനുള്ളിലേക്ക് ഇട്ട് പുതുതായ വെള്ളം അതിലേക്ക് ഒഴിച്ച് നിറച്ചു വെക്കേണ്ടതാണ്. ഇനി നമ്മളിങ്ങനെ മാറ്റി വച്ചിരിക്കുന്ന ആ ജലം ഉണ്ടല്ലോ, ആ ജലം സൂര്യോദയത്തിന് ശേഷം നമ്മുടെ വീടിനുള്ളിലും വീടിന് ചുറ്റാകെയും തളിക്കണം. അതിനുശേഷം നമ്മുടെ ശരീരത്തും അല്പം തളിക്കാവുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ 21 ദിവസം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി ഒരു 7-8 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെയധികം പ്രപഞ്ചദായകമായിട്ടുള്ള ഒരു രീതിയാണിത്. ഈ ഒരു രീതി പഴയ നായർ നമ്പൂതിരി തറവാടുകളിലൊക്കെ അനുവർത്തിച്ച് വന്നിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പാലിച്ചു പോന്നിരുന്ന അത്തരം തറവാടുകളൊന്നും ഒരിക്കലും ക്ഷയിച്ചു പോയിട്ടില്ല. ഇത് ചെയ്യാതിരുന്ന തറവാടുകൾക്കൊക്കെ പിൽക്കാലത്ത് വളരെ നാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷെ ഇതിൻ്റെ ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു ചെലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 21 ദിവസം ഇതിനായിട്ട് മാറ്റിവെക്കും. ഈ ഒരു കാര്യം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. 21 ദിവസം എന്ന് പറയുമ്പോൾ അത്രയും ദിവസം ചെയ്ത് നിർത്തണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 21 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ മരക്കരി കഷ്ണം പുഴയിലോ ഏതെങ്കിലും ജലാശയത്തിലോ നിക്ഷേപിക്കുക. അതല്ലെങ്കിൽ കന്നിമൂലയിൽ കുഴിച്ചിട്ടാലും മതിയാവും. അതല്ലെങ്കിൽ തെങ്ങൻ തടത്തിലും കുഴിച്ചിടാം. ഇനി പുതിയ 3 മരക്കരി കഷ്ണങ്ങൾ ഇട്ട് ഇതേ പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് തുടർന്നും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും മംഗളങ്ങളുണ്ടാവട്ടെ.